ഇന്നത്തെ നമ്മുടെ വീഡിയോ തായ്ലാൻഡ് ഓൾ സീസൺ മാവിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഴ്സറിക്കാർ വിറ്റഴിച്ചിരിക്കുന്ന മാവ് ഈ തായ്ലാൻഡ് ഓൾ സീസൺ ആയിരിക്കും. മിക്ക ആളുകളും ഇതിൻ്റെ ക്വാളിറ്റിയോ ഗുണങ്ങളോ ഒന്നും അറിയാണ്ട് ഒരുപാട് മേടിച്ച് വെച്ചിട്ടും ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചട്ടി തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇതിനെ കായ്പ്പിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ചെറിയ ചെറിയ മാവുകൾ ചട്ടിയിൽ നിന്ന് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ നഴ്സറിക്കാർ ഈ ഒരു മാവ് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കായ്ച്ച് നിൽക്കുന്ന മാവുകൾ, ചട്ടിയിൽ കായ്ച്ച് നിൽക്കുന്ന മാവുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരായാലും ഒന്ന് വാങ്ങിപ്പോവും. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് ഫ്ലവർ ചെയ്ത് കായ്ക്കാൻ തുടങ്ങും. ചട്ടി തന്നെ നമുക്കൊരു ഡാർക്ക് മാംഗോ ആയിട്ട് നമുക്കിതിനെ നിർത്താൻ പറ്റും. പിന്നെയുള്ളതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്ലവറിങ് തന്നെയാണ്. ഇത് നമുക്ക് സീസണിൽ ഫസ്റ്റ് തന്നെ നമുക്ക് മാങ്ങ തരും. മിക്ക ഓൾ സീസൺ മാവുകൾക്കും പെട്ടെന്ന് ഫ്ലവർ ചെയ്ത് കായ്ച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും കേട്ടോ അതിൽ മാങ്ങയുണ്ട്. ഇത് ഫ്ലവറും ചെയ്യുന്നുണ്ട്. മുകളിലൊക്കെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ആവറേജ് മാങ്ങയാണ്. TSS ഒരു 15-16 ഒക്കെ വരും. പിന്നെ നാരുകളുണ്ട്. പിന്നെ സീഡ് വലിയ സീഡാണ്. നമുക്ക് വളരെ കുറച്ച് ഫ്ലഷേ ഉണ്ടാവുള്ളൂ. പച്ചമാങ്ങയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അത് നല്ല അടിപൊളിയാണ് പച്ചമാങ്ങയ്ക്കൊക്കെ ഇത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ ഒരു ചെറിയ മാവ് ഇങ്ങനെ കായ്ച്ച് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു വലിയ മാവിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു നാടൻ മാവാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 4 വർഷം ഞാൻ ചെയ്തിട്ട് നല്ലപോലെ കായ്ക്കുന്നുണ്ട്. പച്ചമാങ്ങ യൂസ് ചെയ്യാറുണ്ട്. പഴുത്ത മാങ്ങ വല്ലപ്പോഴും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. കാര്യമായിട്ട് മാങ്ങ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് വലുതായപ്പോൾ ഞാനൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മാങ്ങയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തായ്ലൻഡ് ഓൾ സീസൺ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു വെറൈറ്റി എന്നുള്ള ലെവലിൽ വെക്കാൻ പറ്റും. അല്ലാണ്ട് എന്താ പറയുക ഒരു 1-2 മാവ് വിൽക്കുന്നവർ ഒരിക്കലും ഈ ഒരു നഴ്സറികളിൽ നിന്ന് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ച് വെക്കരുത്. നല്ലൊരു മാങ്ങ എന്ന് പറയാൻ പറ്റാത്തൊരു മാങ്ങയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നഴ്സറികളിൽ പോകുമ്പം ചട്ടികളിലൊക്കെ ഈ മാങ്ങ അങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഒരിക്കലും ആ ഒരു ഭംഗി കണ്ടിട്ട് മേടിക്കരുത്. നിങ്ങൾക്ക് തിന്നാനൊരു സുഖം ഉണ്ടാവില്ല മാങ്ങ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ മാങ്ങയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.